എല്ലാവർക്കും നമസ്കാരം. റിനോവേറ്റീവ് ബുക്സിലേക്ക് ഏവർക്കും ഒരു കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നു കഴിഞ്ഞാട്ടോ ഇത് ചെയ്യുന്നത്. എന്നാണേലും ഇപ്പം രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെയായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ മുമ്പേ ഇത് യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് അറിയിക്കണം എന്നെ. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ മാക്സിമം എന്നെ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. വീഡിയോ കാണുമ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു അഭിപ്രായം പറയുമല്ലോ, അതുപോലെ എടാ റിനോ ഒത്തില്ല, ഇത് നീ ശകലം സെറ്റപ്പ് ആക്കണം എന്ന് നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് മുന്നോട്ട് ഇങ്ങനെ കുറേ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അത് നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് നമുക്ക് തന്നെ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മേഡത്തിനെ കൊണ്ട് പോയൊരു റൂട്ടാണ്. എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക. രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പം മേഡത്തിനെ കൊണ്ട് ഓട്ടം വന്നപ്പോഴത്തേന് ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഒരു ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പോക്കാണ് കടയിലോട്ടേ. നമ്മുടെ ഇവിടെ പറയുന്നത് ബക്കാല എന്നാണ് പറയുന്നത്. ബക്കാലൊക്കെ പോയി ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിക്കാമല്ലോ എന്ന് ഇങ്ങനെ പോവുക. തൊട്ടടുത്ത് തന്നെ, ഇതിൻ്റെ അപ്പുറമാണ് മേഡത്തിനെ കൊണ്ട് വിട്ടേക്കുന്നത്. ഇനിയും ഇതിൻ്റെ അപ്പുറത്ത് കടയുണ്ട്, അങ്ങോട്ട് കയറി കഴിയാൻ സുഖം. 4 മണിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരിക്കും, വൈകുന്നേരമല്ലേ. ഇതാണ് ബക്കാല. ആൾ തിരക്കാണെങ്കിൽ താമസിക്കുമോ ഇല്ലായിരിക്കും, നമുക്കെല്ലാം കയറി നോക്കാം. കുറേ ഐറ്റം ഉണ്ട്. അതിൻ്റെ എവിടെയാണോ ബിസ്ക്കറ്റ്, എവിടെയാണോ നമുക്ക് വേണ്ട സാധനം. കുഞ്ഞേ നീ എവിടെയാടാ? കുറേ ഐറ്റം ഇരിപ്പുണ്ട് കേട്ടോ, നമുക്ക് പതുക്കെ എല്ലാം കാണാം. ഞാൻ പോയി ബിസ്ക്കറ്റ് എടുക്കട്ടെ, വിശക്കുന്നു, അതുകൊണ്ടാണ്. എവിടെ നെല്ല് പോലെ കണ്ടു ബിസ്ക്കറ്റ് കണ്ടു. ഇനി നമുക്ക് വേണ്ടപ്പെട്ട ചെറുക്കനെ നമുക്ക് എടുക്കണമല്ലോ. എവിടെ മൊത്തത്തിൽ നോക്കിയിട്ട് നമുക്ക് ഏത് ഉറവ് എടുക്കാം. എവിടെ നമുക്ക് പറ്റിയ സാധനം? എവിടെ ഒത്തിരി ഉള്ളതുകൊണ്ട് കണ്ണു ഏതാ പിടിക്കുന്നില്ല, ഏതാ കഴിക്കേണ്ടതെന്ന്. എന്നാ ചെയ്യാനാ? ഏതിനാ എടുക്കണം, വില നോക്കി എടുക്കുന്നു. മിച്ചമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ഉണ്ടോ മിച്ചർ. മധുരസേവ 2 റിയാൽ മധുരസേവയുണ്ട്, അതിനോട്ടിരിക്കട്ടെ. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനമുണ്ട് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ, പുളി, നല്ല ചിരി. അതൊക്കെ ഓട്ടിരിക്കട്ടെ. നമുക്ക് വേണ്ട ബിസ്ക്കറ്റ് എടുക്കണം. ഇവനെ അങ്ങ് എടുത്താലോ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു, കഴിക്കുമ്പോൾ അറിയാം, കവർ കണ്ടിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഞാൻ ഇവനെ അങ്ങ് എടുത്തു. ഇവിടെ പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്, കിഴങ്ങിരിപ്പുണ്ട്, സബോള, പിന്നെ ഓറഞ്ച്, തക്കാളി, മുളക്, അങ്ങനെ കുറേ ഐറ്റമൊക്കെ ഇരിപ്പുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം ഇരിപ്പുണ്ട്. ബിസ്ക്കറ്റ് ലെയർ കഴിഞ്ഞു. മുട്ട ഐറ്റമൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതെ, മുട്ട, ജ്യൂസ് ഐറ്റം എല്ലാം ഉണ്ട്. നമുക്കിനി ഒരു വെള്ളം എടുക്കാൻ പോവാം. വെള്ളം കിട്ടി. അവനൊരു വെള്ളം എടുക്കട്ടെ. വെള്ളം എടുത്തു. അങ്ങനെ ബിസ്ക്കറ്റും വെള്ളമായിട്ട് ഞാനിങ്ങനെ പോകുന്നു. തിരിഞ്ഞപ്പോഴാണ് സോയാബീൻ കണ്ടോ, കുറേ ഐറ്റങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ശർക്കരയാണെന്ന് തോന്നുന്നു, ശർക്കര ആണോ? ശർക്കരയുണ്ട്. അവലൈറ്റമൊക്കെ ഇരിക്കുന്നത് കണ്ടോ, അണ്ടിപ്പരിപ്പ്, ബദാം ഇരിപ്പുണ്ട്, കുറേ ഐറ്റങ്ങളൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. വൻപയർ, അരി ഐറ്റമൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ. കുത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ, കുത്തിരി, ബിരിയാണി അരി, അങ്ങനെ ഐറ്റം എല്ലാം ഉണ്ട്. പിന്നെ ഇത് സ്നാക്സ് ഐറ്റം. ഇത് ഇങ്ങനെ ലെയർ തിരിച്ച് വെച്ചേക്കുന്നുണ്ട്, നമുക്ക് സുഖമല്ല എടുക്കാൻ. കുറേ ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്.
അവിടെ മറ്റേ മീനിൻ്റെ ചെറു പോലത്തെ സാധനമൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇത് വന്നിട്ട് പാല് കണ്ടോ, പാലൈറ്റം, ഐസ്ക്രീം, തൈര്. ആ കുഞ്ഞ് ബോട്ടിൽ കൊണ്ടിരിക്കുന്ന തൈരാണേ. പൈസ കൊടുക്കണം, പൈസയും കൊടുത്തു, സാധനവും കിട്ടി. നൈസായിട്ട് നമുക്ക് പോയേക്കാം. അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. എന്നാണ്ട് വണ്ടിക്കകത്ത് പോയി കഴിക്കണം, ഒരു രക്ഷയില്ല, വിശക്കുന്നു. ഒരു മുതൽ കിടക്കുന്നുണ്ടോ, ഞാനിപ്പം കാണിക്കാം, കണ്ടോ. അത് ഫ്രണ്ടിരിക്കുന്ന GMC ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട GMC കേട്ടോ. നല്ലതായിട്ടുണ്ടോ GMC. നമ്മുടെ ചെറുക്കനാണ്ട് അവിടെ കിടപ്പുണ്ട്. നമ്മൾ ക്ഷീണിതരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, കണ്ടോ. ക്ഷീണിതനായിട്ട് കിടക്കുകയാണ്. നമുക്ക് അവൻ്റെ അടുത്തോട്ട് മെല്ലെ പോകാം, അവനെ ഉണർത്താം നമുക്ക്. ഉണരൂ നീ ഷിമകാണി മോനെ കുഞ്ഞേ. നമുക്ക് ലോക്ക് കഴിക്കാം. തുറക്കൂ സീസേ. രാവിലെ ഒന്നും കഴിച്ചില്ല, ചായ കുടിക്കാൻ പോകും. നമുക്ക് ഇവനെ അങ്ങ് പൊട്ടിക്കാം. നമുക്കിവനെ കഴിച്ചേക്കാം. ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. മനസ്സൊന്നും പറയാനില്ല, സൂപ്പറാണ് കേട്ടോ. നല്ല ബിസ്ക്കറ്റ്. എനിക്ക് വളരെ എനിക്കിഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ് കേട്ടോ. നിങ്ങൾ ഈ വഴിക്കാൻ അനുഭവം കഴിക്കുക. സൂപ്പർ ബിസ്ക്കറ്റ്, ഒന്നും പറയാനില്ല, നല്ല ബിസ്ക്കറ്റാണ്. വിശന്നിട്ടാണ് കേട്ടോ. നല്ല ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നതെല്ലാം കുറവാണ്. പരമാവധി റൂമിലുണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടം. പിന്നെ ഭയങ്കരമായിട്ട് വിശക്കുമ്പം നമ്മുടെ സാധനം വെള്ളവും ബിസ്ക്കറ്റും, അല്ല എന്നാ ചെയ്യാനാ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെയാണ് നല്ലത്, ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഒരിടത്ത് നിന്ന് വേണം മറ്റൊരിടത്ത് പോയാണെങ്കിലും നമുക്കിപ്പം കഴിക്കാം. ഇപ്പം മേഡം പെട്ടെന്ന് വിളിച്ചാലും നമുക്ക് പകുതി അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ കഴിച്ചിട്ട് പോകാമല്ലോ. നല്ല ബിസ്ക്കറ്റാണ് കേട്ടോ, ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. നല്ല ബിസ്ക്കറ്റ്, സമാധാനത്തോടെ നിന്ന് കഴിക്കാം. നല്ല ബിസ്ക്കറ്റ്. അതിനാണ് ടിഷ്യൂ ഒക്കെ എടുത്ത് മീശയൊക്കെ തുളച്ചേക്കാം. പിന്നെ പെട്ടെന്നങ്ങനെ വിളിച്ചാലോ, അതോ ബിരിയാണി കൊടുത്തെങ്കിലോ, കുട്ടപ്പനായിട്ട് നിന്നേക്കാം. അതല്ലേ നല്ലത്. കണ്ണാടിയൊക്കെ നമുക്ക് സുന്ദരനായിരിക്കാം. ഒന്നും കഴിച്ചാലോ ബിസ്ക്കറ്റ്. നല്ല ബിസ്ക്കറ്റായിരുന്നു കേട്ടോ, നല്ല സെറ്റപ്പ്. എന്നാലും നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓരോ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനും ഓരോ ഐഡിയ കിട്ടും. നമുക്ക് ആരിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും പറയും ഒരു സപ്പോർട്ടും വേണ്ട. പക്ഷെ അതല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം, അടുത്ത ഓരോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരിതാവും. നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല എന്നൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ഇതായിപ്പോയില്ല. കാരണം എനിക്ക് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ് ഞാൻ റീൽസൊക്കെ ഇടുമ്പോഴത്തേനെ എനിക്കെല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ നല്ലതായിട്ട് തരുമായിരുന്നു. ഞാനിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഓരോ വീഡിയോ ഇത് നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആരും നമ്മളെ ലൈക്ക് ചെയ്യുന്നില്ല. അത്രയും വേണ്ടപ്പെട്ടവർ മാത്രം നമുക്ക് ലൈക്ക് തരും, അവർ കമൻറ്റ് തരും. നേരത്തെയൊക്കെ ഞാൻ വീഡിയോ വരുമ്പോഴത്തേന് ഞാൻ ഇടേണ്ടത് ആവശ്യമുള്ളൂ. എല്ലാവരും ചോദിക്കുമായിരുന്നു, റീൽസൊന്നും ചെയ്യത്തില്ലേ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തുവാട്ടെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ വീഴ്ചകൾ വരുവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഇന്ന പോലെ വീഡിയോ ചെയ്യരുത്, പിന്നെ ഈ വീഡിയോ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കാറ് കിടപ്പുണ്ട്, അല്ലെ സൈക്കിളോ എന്തെങ്കിലും ആട്ടെ. നമുക്ക് കട വരെ പോകണം. നമ്മൾ വീട്ടിലിരുന്ന് പോകാൻ പറ്റുമോ? ഇല്ല. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ എനിക്കിപ്പോൾ ഈ ബിസ്ക്കറ്റ് കിട്ടുമോ? ഇല്ല. നമ്മളിവിടെ വണ്ടി നിർത്തി, നമ്മൾ പോയി, അതപ്പോൾ കടക്കാരന് പൈസ കിട്ടി, നമ്മൾക്ക് കഴിക്കാൻ ബിസ്ക്കറ്റും കിട്ടി. അതുപോലെ ഫോണുണ്ട്, എനിക്കൊരു വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിലോട്ട് എനിക്ക് എത്തിക്കാനായിട്ട് കഴിയും, ഇല്ലേ? അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് ഓരോരോ വീഡിയോ ചെയ്യാനുള്ള ഇതുണ്ടാകും. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട്. 2 ബിസ്ക്കറ്റ് കഴിച്ചപ്പം ഊർജ്ജം കയറി അതിൻ്റെ.
പൊളി ബിസ്ക്കറ്റാണ് കേട്ടോ, കിടക്കാച്ചി ബിസ്ക്കറ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ ബിസ്ക്കറ്റാണ്. ഇത് എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് കഴിക്കുക. നല്ല ബിസ്ക്കറ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ബിസ്ക്കറ്റാണ്. പരസ്യമൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്ലീസ് അത് കമൻറ്റിലൂടെയും, യൂട്യൂബിൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നാടൻ വിളിക്കാൻ പോവാണ്. ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക കേട്ടോ. ലൈക്ക്, കമൻറ്റ് എല്ലാം. ഫേസ്ബുക്ക് കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യണേ, മറക്കല്ലേ. ലൈക്ക്, കമൻറ്റ്. അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാണല്ലോ ബിസ്ക്കറ്റ് സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ ബിസ്ക്കറ്റ്. അതായത് ബിസ്ക്കറ്റ് എല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേ ഒരു കുതിരിപ്പുണ്ടാകത്തില്ല വായിന്ന്, അത് നല്ല ടേസ്റ്റാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ നല്ലതാണ് കേട്ടോ. എന്നാണെങ്കിലും വീഡിയോ അവസാനിക്കുന്നില്ല, വീഡിയോ തുടങ്ങുന്നതാണ്.